കോഴിക്കോട്ടേക്ക് നമ്മൾ പോവാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ അവിടെ ഒളിക്യാമറ വച്ച ലാബ് ഉടമ അറസ്റ്റിലായിട്ടുണ്ട്. അരീക്കരയിൽ ലാബ് ജീവനക്കാരനായ സ്ത്രീകളുടെ ശുചിമുറി സ്ഥലത്തെ അവിടെയാണ് ഉടമ ഈ ഒളിക്യാമറ സ്ഥാപിച്ചത്. ഉടമ അസ്ലമിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രതീഷ് ഉണ്ട് വിവരങ്ങളുമായി. രതീഷ്, പറയാം വിവരങ്ങൾ. തീർച്ചയായും ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള അരീക്കര ലാബിന്റെ ഉടമയുടെ സഹോദരൻ കൂടിയായ അസ്ലമാണ് പിടിയിലായത്. രാത്രി ഈ ജീവനക്കാരി ശുചിമുറിയിൽ കയറിയ സമയത്ത് ആരോ മൊബൈൽ കൊണ്ട് ഇത് ഷൂട്ട് ചെയ്യുന്ന പോലെ സംശയം തോന്നി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തുടർന്ന് CCTV നാട്ടുകാർ ഉൾപ്പെടെ എത്തി, പ്രദേശവാസികൾ ഉൾപ്പെടെ എത്തി പരിശോധനയിലാണ് ഈ ലാബ് ഉടമയുടെ സഹോദരനായ അസ്ലമാണ് ഈ മൊബൈലിൽ ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായത്. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ എത്തി പോലീസിൽ ഇയാളെ പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഈ ലാബിനോട് ചേർന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിലെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ, ആശുപത്രിയിലെ സ്ത്രീകൾ ഉൾപ്പെടെ, ഈ നഴ്സുമാരായ അല്ലെങ്കിൽ അത്തരം സ്ത്രീകൾ ഉൾപ്പെടെ രാത്രി തങ്ങുന്ന ഒരു ഇടമാണിത്. തുടർന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം നാട്ടുകാരും പോലീസും ചേർന്ന് ഈ സ്ത്രീകളെ രാത്രി തന്നെ മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ശരി രതീഷ്, ഈ കുറ്റവാളികളൊക്കെ പിടികൂടുന്ന സമയത്ത് ഇവരെ ഒന്നും കൈകാര്യം ചെയ്യാൻ സാധാരണക്കാർക്ക്, നാട്ടുകാർക്ക് അധികാരമൊന്നുമില്ല. പക്ഷേ ഈ ദൃശ്യം കാണുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ കിട്ടണം. ഇങ്ങനെ അടി കിട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ളവരൊക്കെ പഠിക്കുകയുള്ളൂ. അത്രമാത്രം വൃത്തികേടാണ് കാണിച്ചത്. ഒളിക്യാമറ വെച്ച് അത് ജീവനക്കാരുടെ, സ്ത്രീകളായ ജീവനക്കാരുടെ ശുചിമുറിയിലാണ് ഇയാൾ ഒളിക്യാമറ വെച്ചത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പെരുമാറിയതിന് ശേഷമാണ് പോലീസിലേക്ക് നാട്ടുകാർ ഏൽപ്പിച്ചെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കിട്ടിയെങ്കിൽ അത് വളരെയധികം നല്ല കാര്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇമാതിരി ശിക്ഷ തന്നെ നാട്ടുകാരിൽ നിന്ന് കിട്ടുകയും വേണം. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസവൻ, കോഴിക്കോട്. ഉളപ്പെട്ട മനുഷ്യങ്ങൾക്ക് ഞാളിപ്പോഴത്തെ മോളല്ലേ പെൺകുട്ടിയിലേക്കൊക്കെ എന്താ മൃഗത്തിന്റെ സ്വഭാവമാണ്. മൃഗത്തിന്റെ സ്വഭാവം എല്ലാവരും കാരണം സ്വഭാവം എല്ലാവരും അറിയണം. ഉളപ്പെട്ട മനുഷ്യങ്ങൾക്ക് ഞാളിപ്പോഴത്തെ മോളല്ലേ പെൺകുട്ടിയിലേക്കൊക്കെ എന്താ മൃഗത്തിന്റെ സ്വഭാവമാണ്. മൃഗത്തിന്റെ സ്വഭാവം എന്തൊരു വൃത്തികേടാണ് അയാളെ കാണിച്ചതെന്നുള്ളതാണല്ലേ. നന്നായിട്ട് കിട്ടിയെങ്കിൽ അത്രയും നല്ലത്. പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കാം എങ്ങനെയാണ് നടപടിക്രമങ്ങളൊക്കെ പോകുന്നതെന്ന്. രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി